പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. സ്നേഹമോടിയാകും തിരുവന്നാവിൽ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന്റെ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും.
കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത്യത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാദാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആമന്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പരിശുദ്ധനും സുചിരകനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സുഭാഗ്യത്വം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണറിയുക? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ലൗകിക മനുഷ്യനോ ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകിയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മനസ്സിൻ പൊൻദീപമാ ഉണർവിൻ പൊൻതൂവലാ ഭൂവിൻ കുളിർമഴയും യോവിൻ കൃപയൊഴുകുകയാ സുഖമരണം ഭൂവിൻ കുളിർമഴയും യോവിൻ കൃപയൊഴുകുകയാ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 12 35 മുതൽ 40 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ അരമുറുക്കുകയും വിളക്ക് കത്തിച്ചുമിരിക്കുവിൻ. തങ്ങളുടെ യജമാനൻ കല്യാണി വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഇത് അറിഞ്ഞുകൊള്ളുവിൻ. കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ. എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറെ സ്നേഹമുള്ള വികാരിയച്ച, ആൻ്റണിയച്ച, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ കാണാനില്ല, സിസ്റ്റേഴ്സ് ഉണ്ടാവില്ല.
സിസ്റ്റേഴ്സ്, പ്രിയമുള്ള അപ്പച്ചമാരെ, അമ്മച്ചിമാരെ, സ്നേഹമുള്ള കൂട്ടുകാരെ, കുഞ്ഞനിയന്മാരെ, കുഞ്ഞനിജിത്തിമാരെ, എല്ലാവർക്കും അമ്പത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ, ഏറെ പ്രാർത്ഥനയോടെ ആശംസിക്കാം. വികാരിച്ചനും ആൻ്റണിയച്ചനും ഈ ഒരു തിരുനാൾ ദിനം വിശുദ്ധ കുർബാനയ്ക്ക് അവസരം നൽകിയതിന് ആദ്യമേ അച്ഛനോടും ആൻ്റണിയച്ചനോടും നന്ദി പറയുന്നു. ഇടവക്കാരോടും ഹൃദയത്തിൽ നന്ദിയുണ്ട്. അമ്പത്തിരുന്നാളിൻ്റെ 2 ദിവസങ്ങൾ, ശനിയും ഞായറും, നമുക്ക് എപ്പോഴും സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. നമുക്ക് അമ്പത്തിരുന്നാളിന് മുന്നോടിയായിട്ട് 9 ദിവസങ്ങൾ നവനാളുണ്ടാവാറുണ്ട്. നവനാളിൽ ഒരുമാതിരിപ്പെട്ട വിശ്വാസികളെല്ലാവരും പള്ളിയിലേക്ക് വരാനായിട്ട് പരിശ്രമിക്കും. പള്ളിയെ സ്നേഹിക്കുന്നവരേക്കും വരും. ഞായറാഴ്ച തിരുനാൾ ദിനവും വരും. ആളുകൾ ഇത്തിരി കുറവുണ്ടെങ്കിൽ അത് വരുന്ന ദിവസമാണ് ശനിയാഴ്ച. ഞാൻ ഈ പറയാൻ പോകുന്ന പുകഴ്ത്തലുകൾ നിങ്ങളെ ആരെയും ഉദ്ദേശിച്ചുള്ളത് കൊണ്ടല്ല, നിങ്ങൾ വന്നതുകൊണ്ട് നിങ്ങളെ കുറച്ച് ഉയർത്തി കാണിക്കാം എന്നതുകൊണ്ടല്ല. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വിശ്വസ്തനായിരുന്നു. വിശ്വാസത്തിൻ്റെ ഏത് ത്യാഗം സഹിച്ചു. വിശ്വാസത്തിൽ കോംപ്രമൈസ് ചെയ്യാതെ വിശ്വാസത്തെ മുറുകെ പിടിച്ചതുകൊണ്ടാണ് വിശുദ്ധനായത്. ശനിയാഴ്ച രാവിലെ തിരുനാൾ ദിവസം ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്ക് വന്ന നിങ്ങളെല്ലാവരും, നാം എല്ലാവരും കുറച്ചും കൂടി തീക്ഷ്ണതയോടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒത്തിരിയേറെ എക്സ്ക്യൂസ് നമുക്ക് പറയാനുണ്ടായിരുന്നു. ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്ക് കുറേയും കൂടി ആളുകൾ വരുമായിരുന്നു. മറ്റ് പല കാര്യങ്ങളും ഇല്ലായിരുന്നെങ്കിൽ. തിരുനാളുടെ ഭാഗമായിട്ട് നമ്മൾ ഇഷ്ടം പോലെ അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ഇറച്ചി, കോഴി, പോത്ത്, പോർക്ക്, ആടുണ്ടെങ്കിൽ ആട്, മീനുണ്ടെങ്കിൽ മീൻ, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ലിസ്റ്റിലുണ്ട്. അച്ചപ്പം, കുഴലപ്പം, ഉണ്ണിയപ്പം, വട്ടയപ്പം, അങ്ങനത്തെ വേറെ ലിസ്റ്റുകളുണ്ട്. അങ്ങനെ ഉണ്ടാക്കി നമ്മൾ മടുക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച രാവിലും. നമ്മുടെ ചേട്ടന്മാരും അപ്പച്ചന്മാരൊക്കെയും ഇന്ന് രാവിലെ പോയാലാണ് നല്ല ഇറച്ചി കിട്ടുള്ളൂ എന്നൊക്കെ നല്ല അറിവും ബോധമുള്ള ചേട്ടന്മാർ തന്നെയാണ്. എന്നാലും നിങ്ങൾ ഇന്ന് പള്ളിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചു. അമ്മമാരും സമയം കണ്ടെത്തിയിട്ട് വന്നിട്ടുണ്ട്. പിള്ളേരെ സംബന്ധിച്ച് വീട്ടിൽ തലേദിവസം കൊടി ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഉണ്ടാക്കുന്ന ദിവസങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ടായിരിക്കും. പിന്നെ മുതിർന്ന പിള്ളേർ കുർബാന കഴിഞ്ഞ് തിരിച്ച് നാട്ടുകാർ പോകുന്നതിന് മുൻപ് അലങ്കരിച്ച പിണ്ടി വീടിൻ്റെ മുറ്റത്ത് പ്രതിഷ്ഠിക്കുക എന്നുള്ളതൊക്കെയും എൻ്റെ ചെറുപ്പകാലത്തെ തിരുനാളാഘോഷങ്ങളുടെ വലിയൊരു സന്തോഷമായിരുന്നു. പക്ഷേ ഞാൻ ശനിയാഴ്ച പള്ളിയിൽ പോകാനായിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പനും അമ്മയും അതിലൊരു വിട്ടുവീഴ്ച വരുത്താൻ സമ്മതിക്കാറില്ല. പിണ്ടി ആൾക്കാർ വരുന്നതിന് മുമ്പ് കുത്തണമെങ്കിൽ കുത്തിക്കോ, നേരത്തെ എഴുന്നേറ്റ് കൊടി കുത്തിയിട്ട് കുർബാനയ്ക്ക് പോയിട്ട് വന്നോളാനാണ് പറയാറ്. അതേപോലെ തീക്ഷ്ണതയുള്ള കുട്ടികളായിരിക്കണം നിങ്ങൾ എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കൊടി കുത്തിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഈശോയ്ക്ക് വില കൊടുത്തിട്ട് അതിനുശേഷം ബാക്കിയുള്ള സമയത്ത് കൊടി കുത്തിയാൽ മതി എന്ന് ആഗ്രഹിച്ചതിൻ്റെ പേരിലായിരിക്കും. ഈ 3 റീസണിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ ഈ പള്ളിയിൽ ഇപ്പോൾ ഇരിക്കാനുള്ള കാരണം. ഇതിൽ ഞാൻ പറഞ്ഞ 2ാമത്തെ റീസണിൻ്റെ കാരണം, അതിൻ്റെ പേരിലാണ് നിങ്ങൾ പള്ളിയിൽ ആയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ തിരുനാൾ ആഘോഷം അതിനാൽ തന്നെ വിജയിച്ചു കഴിഞ്ഞു. എന്ത് വില കൊടുത്തും ഈശോയുടെ കൂടെ ഈ ഒരു തിരുനാളിൻ്റെ ശനിയാഴ്ച ആരംഭിച്ചതിന് ശേഷം മതി വീട്ടിലെ മറ്റ് എന്ത് ആഘോഷവും എന്ന് നമ്മൾ ബോധപൂർവം എടുത്ത ഒരു തീരുമാനമാണ് ഇന്ന് നമ്മൾ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ആയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് നമ്മൾ വില കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസ് ജീവിതത്തിൽ വില കൊടുത്തതുകൊണ്ടാണ് ആ പാവം അമ്പ എഴുതപ്പെട്ട് കൊല്ലപ്പെട്ടത്, വിശുദ്ധനായിട്ട് മാറിയത്. ഞാൻ കുർബാനയ്ക്ക് ജസ്റ്റ് വരുന്നതിന് ഇങ്ങോട്ട് കയറുന്ന തൊട്ട് മുൻപ് നമ്മുടെ സങ്കീർത്തി വെച്ച് ചോദിച്ചു,
എന്തുകൊണ്ടാണ് സെബസ്ത്യാനോസ് അമ്പ് ചെയ്തപ്പോൾ യാതൊരു പ്രതികരണവും ഇല്ലാതെ പാവം ഇതേപോലെ നിന്നതെന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ മനസ്സിലുള്ളത് ഒരു കുസൃതി ആൻസറായിരുന്നു. ആ ചോദ്യം കേട്ട ആൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്തതും എൻ്റെ മനസ്സിലത്തെ ചിന്ത തന്നെയായിരുന്നു. ആ പാവത്തിൻ്റെ 2 കൈയും കാലും കെട്ടിയിട്ട് കിടക്കായിരുന്നു. അതുകൊണ്ട് അമ്പ് ചെയ്തപ്പോൾ ശാന്തമായിട്ട് നിന്ന് കൊള്ളേണ്ടി വന്നു. ആ പറഞ്ഞ ചേട്ടൻ ഈ സൈഡിലിരിക്കുന്നുണ്ട്. ആളുടെ പേര് ഞാൻ ജസ്റ്റ് മറന്നുപോയി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പള്ളിയിൽ വന്നതിൻ്റെ പേരിൽ, അതിൻ്റെ കാരണത്തിൽ, ഒരുപക്ഷെ നിർബന്ധത്തിൻ്റെ പേരിലാണെങ്കിൽ പാവം ഞാനീ പറഞ്ഞ തമാശ ഉത്തരം പോലെ ചിലപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ അത്ര വില കിട്ടണമെന്ന് നിർബന്ധമില്ല. നേരെ മറിച്ച് എൻ്റെ ഒരു തീക്ഷ്ണതയാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ, മക്കളെ സംബന്ധിച്ച് മക്കൾക്ക് ലഭിക്കുന്ന തീക്ഷ്ണത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്പനും അമ്മയും കൊടുക്കുന്ന തീക്ഷ്ണതയാണ്. ആൻ്റണി അച്ഛനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പൻ്റെയും അമ്മയുടെയും തീക്ഷ്ണമായ പ്രാർത്ഥന, അവരുടെ സപ്പോർട്ടുണ്ട്. ഞാനും ഈ അൾത്താരയിൽ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ, വികാരിച്ചനും ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഇതേപോലെ ആയിരിക്കുന്നെങ്കിൽ, തീർച്ചയായിട്ടും ഞങ്ങളുടെ മാതാപിതാക്കൾ നൽകിയ ഒരു വലിയൊരു മാതൃകയാണ്. നമുക്കും മക്കളുണ്ട്. നിങ്ങൾ നൽകുന്ന മാതൃകയാണ് നമ്മുടെ മക്കളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മക്കളെ ഫോർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ചിലപ്പോൾ നമുക്കത് വിഷമത്തിന് കാരണമാവാം. വിശ്വാസത്തിന് കോംപ്രമൈസ് ചെയ്യാതെ അതിനോട് നമ്മൾ പുലർത്തുന്ന വിശ്വസ്തതയാണ് വിശുദ്ധരെ സൃഷ്ടിക്കുക. അങ്ങനെ ദൈവസന്നിധിയിൽ സെബസ്ത്യാനോസ് പുലർത്തിയ വിശ്വസ്തതയാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കിയത്. നമുക്കും വലിയൊരു സാധ്യതയാണ് വിശുദ്ധനാകാനായിട്ട്. അതേപോലെ തന്നെ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എന്തായാലും ഈ ഇടവകയിൽ ഒത്തിരിയേറെ ആളുകൾ ഇനിയും പള്ളിയിലേക്ക് വരാനുള്ളവരുണ്ട്, ഇന്ന് വരാമായിരുന്നവർ. നമ്മൾ മാത്രം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും വിശുദ്ധനായിട്ട് കയറിച്ചില്ല. നമ്മളുടെ കൂടെ ഉള്ളവരെയും നമ്മളെ ഏൽപ്പിക്കപ്പെട്ടവരെയും ഈ അൾത്താരയിലേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ളത് ഉത്തരവാദിത്വമാണ്. വിശുദ്ധ സെബസ്ത്യാനോസിനെ റോമിലേക്ക് ഈ സൈനിക സേവനത്തിനായിട്ട് അയക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല ആൾ ചെന്നേ. എന്നാലും ചെന്ന സ്ഥലത്ത് മറ്റുള്ളവരെ, ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടവരെ വിശ്വാസത്തിൽ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സെബസ്ത്യാനോസ് ശ്രമിച്ചിരുന്നു. അതിൻ്റെ പേരിലാണ് അവസാനം അദ്ദേഹത്തിന് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത്. നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വീടുകളിലായിരിക്കുന്ന ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വരാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നിട്ടും വരാത്തവരെ ഈ അൾത്താരയോട് ചേർത്ത് നിർത്താനായിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ തിരുനാളുകൾ, നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ കൂടുതൽ മഹത്വമുള്ളതായിട്ട് മാറും. അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കൂടിയേ തീരൂ, നമ്മുടെ പരിശ്രമങ്ങൾ കൂടിയേ തീരൂ. നമുക്കെല്ലാവർക്കും ഒന്ന് കണ്ണടയ്ക്കാം. ഈശോയെ, ഇന്ന് ഈ അൾത്താരയ്ക്ക് മുൻപിൽ എന്നെ കൊണ്ടുവന്നത് ഏത് കാരണമാണെന്ന് ഞാനിപ്പോൾ ചിന്തിക്കാൻ പോവുകയാണ്. നിന്നോടുള്ള തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ പ്രതിയാണെങ്കിൽ ഈശോയെ ഒത്തിരി നന്ദി പറയുന്നു. നിന്നെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിച്ചതിനെയോർത്ത് ഈശോയെ ഒത്തിരി നന്ദി. മറ്റ് എന്തെങ്കിലും സ്വാധീനത്താലാണ് ഞാൻ വന്നതെങ്കിൽ ഈശോയെ, ഈ നിമിഷം എൻ്റെ ആ ആഗ്രഹത്തെ, ആ സ്വാധീനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഈ അൾത്താരയെ സ്നേഹിക്കാനായിട്ട് ഈശോയെ എന്നെ പഠിപ്പിക്കണമെന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനമായിട്ട് ഈശോയെ, ഈ അൾത്താരയിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കുന്നവർ ഈ അൾത്താരയിലേക്ക് ഇന്ന് വരാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈശോയെ അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു.
അവരെയും ഈ അൾത്താരിലേക്ക് ചേർത്ത് നിർത്തുവാനുള്ള എൻ്റെ പരിശ്രമം ഈശോയെ ഈ തിരുനാളിനെ കൂടുതൽ മനോഹരമാക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നമ്മുടെ നല്ല തീരുമാനങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശുദ്ധ കുർബാന തുടരാം. ആമീൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ ധീരസാക്ഷികളായ വിശുദ്ധരെ പോലെ ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളോടുകൂടി കുരിശിൽ തറക്കാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയും ആവരണീയമായ സ്വർഗഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടാനും വിശ്വാസം സംരക്ഷിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധരുടെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിൽ വളരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായി ജീവിച്ച് വിശുദ്ധരെ അനുകരിച്ച് വിവേകത്തോടും നൈർമല്യത്തോടും കൂടെ ജീവിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദിനരാത്രങ്ങൾ ചെലവഴിച്ച് വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കൈകൾ നിറയെ പൂക്കളും മിഴികൾ നിറയെ സ്നേഹവും പാപഭംഗിലമാത്മാവും കാഴ്ചയേകുന്നു. കരുണതൻ സ്നേഹമേ സ്വീകരിക്കണമേ. സാധനുമതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ.
സുഹൃങ്ങളുടെ പ്രേക്ഷിതരെ ഏവര സ്നേഹിതരെ ശാന്തിരഹിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായേയും ദിനസാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ കർത്താവിൻ നന്ദിക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. പത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയകരങ്ങൾ ചൊരിയുയരുന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ മൂലം നിത്യം വാഴ്ത്തിയിടാം. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. പാത്രിയസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സാഹിത്യത്തിന് രക്ഷിക്കുകയും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിഷയത്തിന്റെ ശരീരരത്നങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശ്വാസത്തോടും കൂടി നിന്ന് കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യം രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടൊറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. നാദനോശാന പാടിടാ സർവേശപുത്രനോശാന പാടിടാ വാദ്യതാളമോടെ വാഴ്ത്തിടുന്നു ഞങ്ങൾ രാജാതിരാജ ഭൂലോകനാഥ നിന്റെ മഹിമകൾ വാഴ്ത്തിടട്ടെ. വാഴ്ത്തിടുന്നു ഞങ്ങൾ രാജാതിരാജ
ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പാക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്താക്കും ഞങ്ങളുടെ തിരുവത അധ്യക്ഷനായ മാർ ആൻഡ്രോസ് മെത്രാപ്പോലീത്താക്കും ഞങ്ങളുടെ പിതാവും തിരുവത അധ്യക്ഷനുമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതാത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നേരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമായ വിധം വർത്തിച്ച നീതിമാന്മാരെ വിശുദ്ധരമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും
പ്രത്യേകമായി അമ്പുതിരുന്നാളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഇടവ സമൂഹം മുഴുവന് വേണ്ടിയും ഇന്ന് ഞങ്ങൾ അമ്പുമായി വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയും പ്രത്യേക നിയോഗങ്ങളുമായി ഇന്നത്തെ ബലിയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും അങ്ങയുടെ കാര്യത്തെ പ്രത്യാശൂരം കാത്തിരിക്കുന്ന ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങൾ ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ൂഷാകുമേശയിൽ സ്നേഹക്കനാലിൽ ചുട്ടെടുത്തപ്പമിതാ സ്വർഗം പാകം ചെയ്തപ്പമിതാ. കൃഷാകുമേശയിൽ സ്നേഹക്കനാലിൽ ചുട്ടെടുത്തപ്പമിതാ സ്വർഗം പാകം ചെയ്തപ്പമിതാ. കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം
കാണുന്നു ഓസ്തി നാദന്റെ സ്നേഹം. ഹല്ലേലൂയ പാടാം നാദം ഈശോ നിന്നെ വാഴ്ത്താം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിലുള്ളതാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടും കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയോടേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരേ, സ്വർഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവശക്തൻ നിത്യം ജീവിക്കുന്നവനുമായ ദൈവമേ, വിശുദ്ധരിൽ അങ്ങയുടെ കൃപാവരത്തിന്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കിയ അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ സ്വർഗത്തിൽ വിശുദ്ധരുടെ ഗണത്തിൽ പങ്കുചേർന്ന് നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. മനുഷ്യവംശത്തിന്റെ പ്രതീക്ഷയായി മിശിഹായി നിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന സകല വിശുദ്ധരോടും കൂടെ സഭയിൽ നിന്നെ പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ദിവ്യാത്മാവിന്ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടുണം വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയ പോലും നീ ബലിയിൽ പങ്കാളികളാമകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയിടുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണമേ സുസ്തി. കടകളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഈ നേരത്തിൽ അർപ്പിക്കുവാൻ ഞങ്ങൾ പറഞ്ഞുകൂടാ.